ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 5 തരം ഒരേ സ്കില്ല് 5 തരത്തിൽ എങ്ങനെ ചെയ്യാം. നമ്മൾ ഇലാസ്റ്റിക്കോ ഇല്ല, ഇലാസ്റ്റിക്കോ 5 തരത്തിൽ നമ്മൾ വെറൈറ്റി ആയിട്ട് 5 തരത്തിൽ എങ്ങനെ ചെയ്യാന്നുള്ള ട്യൂട്ടോറിയൽ നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് വേണമെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ഇലാസ്റ്റിക്കോന്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ വേറെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ജസ്റ്റ് വേറെ ഒന്നുമില്ല, നമ്മൾ ഔട്ടിലേക്ക് ജസ്റ്റ് ആ ബാക്കിലോട്ടൊന്ന് തട്ടുന്ന വെച്ച ലെഗിന്ന് ആ ബോൾ നമ്മൾ ആ വെക്കുന്ന ലെഗിൽ തന്നെ വെച്ചിട്ട് തട്ടാണ്ട് വെക്കുന്ന ലെഗിൽ തന്നെ ഓപ്പോസിറ്റിലേക്ക് തട്ടിയിട്ട് നമ്മൾ എടുത്തിട്ട് പോകുന്നു. അത് നോർമൽ ഇലാസ്റ്റിക്കോ. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ റിവേഴ്സ് ഇലാസ്റ്റിക്കോ ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ഔട്ടിലേക്ക് തട്ടിയിട്ട് ഇന്നിലേക്കല്ല അടിച്ചു പോയാൽ അത് തന്നെ നമ്മൾ ഇന്നിലേക്ക് തട്ടിയിട്ട് ജസ്റ്റ് ഇന്നിലേക്ക് തട്ടിയിട്ട് ഔട്ടിലേക്ക് തട്ടുക. നമ്മൾ ഔട്ടിലേക്ക് തട്ടുമ്പോൾ എങ്ങനെയാണോ ബോളിന്റെ ബേക്കിൽ നിന്ന് ഞാൻ തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചിട്ട് ഇപ്പോഴും തട്ടാൻ പറഞ്ഞ പോലെ തന്നെ നോർമൽ ഇലാസ്റ്റിക് നമ്മൾ ഓവറായിട്ട് ബോൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല, അതുപോലെ ഓവറായിട്ട് ജസ്റ്റ് ഒന്ന് കാലൊന്ന് വലിച്ച് നമ്മൾ ഔട്ടിലേക്ക് തട്ടിയിട്ട് അങ്ങ് പോവുക. ബോളിന്റെ അടിയിലോട്ട് ബേക്കിന്ന് വലിക്കുക. ബോളിന്റെ അടിയിലോട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഔട്ടിലേക്ക് എടുത്തിട്ട് പോവുക. മൂന്നാമത്തത് ഇലാസ്റ്റിക്കോ വിത്ത് കൊർക്കേറ്റ എന്ന് വെച്ചാൽ നമ്മൾ ഡബിൾ ടാപ്പിനെ കൊർക്കേറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഇലാസ്റ്റിക്കവും കൊർക്കേറ്റവും സെയിം ആയിട്ട് ഒരേപോലെ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇലാസ്റ്റിക്കോ ചെയ്യുക. ഇലാസ്റ്റിക്കോ ചെയ്തതിന് ശേഷം ഈ വരുന്ന ബോൾ ജസ്റ്റ് നമ്മൾ കൊർക്കേറ്റ ചെയ്യുക. ബോൾ തട്ടിയിട്ട് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു. നമ്മൾ നോർമലായിട്ട് ഇലാസ്റ്റിക്കോ ചെയ്ത് ഓപ്പോസിറ്റ് വന്ന് ഈ ബോൾ എടുത്തിട്ട് കൊർക്കേറ്റ ചെയ്തിട്ട് നമ്മൾ പോകുന്നു. അപ്പൊ നാലാമത്തെ സ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇലാസ്റ്റിക്കോയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റെപ്പോറും കൂടി ഇട്ടിട്ട് അതിന് കുറച്ചൊരു വെറൈറ്റി ആക്കിയിട്ട് നമ്മൾ കളിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇലാസ്റ്റിക്കോ ഇടുന്ന് ഇലാസ്റ്റിക്കോ ഇട്ട ഈ മൂവ്മെന്റ് തന്നെ ഈ കാല് എടുത്ത് ജസ്റ്റ് ഒരു സ്റ്റെപ്പോർ ഇട്ട് ഫേക്ക് ചെയ്തിട്ട് തിരിച്ചെടുത്ത് പോകുന്നു. നമ്മൾ ജസ്റ്റ് വെച്ച് നോർമൽ ഇലാസ്റ്റിക്കോ ചെയ്ത് മാറ്റിയിട്ട് എടുത്തിട്ട് പോയി. ലാസ്റ്റ് വണ് ഹോക്കസ് പോക്കസ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇലാസ്റ്റിക്കോ തന്നെ നമ്മൾ കാലിന്റെ ബേക്കിലൂട്ട് നമ്മൾ എടുത്തിട്ട് ചെയ്യുന്നു. ഇത് നമുക്ക് രണ്ട് വെറൈറ്റി ചെയ്യാം. ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഫ്രണ്ടിലുള്ള ബോള് ബാക്കോട്ട് വലിച്ചിട്ട് തട്ടിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ നമ്മൾ ഉള്ള ബോൾ തന്നെ നമ്മൾ കാല് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ലെഫ്റ്റിലേക്ക് ഏത് കാലിനെ കൊണ്ടാണ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റിലേക്ക് മുമ്പിലോട്ട് വെച്ചിട്ട് നമ്മൾ ഒരു തട്ടിൽ ചെയ്യുന്നത്. ഇത് സാധാരണ രീതിയിൽ നമ്മൾ ഫ്രണ്ടിൽ ബോൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് വണ് ബാക്കോട്ട്, സെക്കൻഡ് വണ് സൈഡിലോട്ട് തേർഡ് വണ് ഈ ലേസ് പാർട്ട് കൊണ്ട് ജസ്റ്റ് ഉള്ളിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഉള്ളിലോട്ട് എടുത്ത് പോകുന്നത്. മറ്റേന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ നിൽക്കുന്ന സ്റ്റാൻഡ് ചെയ്യുന്ന ഓപ്പോസിറ്റ് കാലം നമ്മൾ ഫ്രണ്ടിൽ വെക്കുന്ന ജസ്റ്റ് ഒരു ടാപ്പ്, ഉള്ളിലേക്ക് ഒരു ടാപ്പ് വെച്ച് നമ്മൾ ബോൾ എടുത്തിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു 5 സ്കില്ല് എത്രമാത്രം എഫക്റ്റീവാന്ന്, ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സ്കില്ലാണെന്ന് പറയില്ല. കാണാൻ നല്ല രസമുള്ള സ്കില്ല. നിങ്ങൾ അത് കുറച്ച് റിസ്കി ആയിട്ട് സ്കില്ല. നിങ്ങൾ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ നല്ലോണം നിങ്ങൾ അടിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, നല്ല എഫക്റ്റീവാ. ചെയ്ത് പഠിച്ച് എഫക്റ്റീവാ. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് ഫെയിൽ ആകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ അധികം പ്രാക്ടീസ് ഇല്ലെങ്കിൽ. അത്ര സിമ്പിൾ ആയിട്ടുള്ള സ്കില്ലുകളല്ല, എല്ലാം കുറച്ച് കഷ്ടമായിട്ടുള്ള സ്കില്ലുകൾ തന്നെയാണ്. അപ്പോൾ ഇത് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പഠിച്ച് എനിക്ക് നല്ല ഉപയോഗമായിരുന്നു താഴെ കമന്റ് ഇടുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.